പാമ്പ പാമ്പോ ഉണ്ടോ തൊണ്ണൻ്റെ അടിയിൽ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു തോടുണ്ടത്. പക്ഷേ ഇത്തവണ വെള്ളം പറ്റിയപ്പോൾ മീൻ പിടിക്കാനായിട്ട് വൈകിപ്പോയി. ഇപ്പം അതേ ഇതിൽ ചെളി മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്തെങ്കിലുമൊക്കെ മീൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഈ ചെളിയൊക്കെ ഒന്ന് മാറ്റി എന്തെങ്കിലും മീനൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. സാധാരണ കരിപ്പിടിയും പിരാലും ഒക്കെ വെള്ളം പറ്റിയാലും അങ്ങനെ ചാവാറൊന്നുമില്ല. അപ്പോൾ അതേ ഒരു സൈഡിൽ നിന്ന് പുല്ലൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പാലാങ്കണ്ണിയൊക്കെ ഉണ്ടായിരുന്ന ഒരു തോടുണ്ടത്. അതൊക്കെ ഇപ്പം എന്തായാലും ചത്തുപോയിട്ടുണ്ടാവും. ഈ ഭാഗത്തൊക്കെ നല്ല ചെളിയുണ്ട്. കരിപ്പിടി ബ്രാല് ഇതുപോലുള്ള മീനുകളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ മീനുകൾക്കൊന്നും വെള്ളമില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ചെളിയിലായാലും കിടന്നോളൂ. ഇതേ കണ്ട വട്ടോൻ്റെ കുഞ്ഞുണ്ടാ. ഈറ്റങ്ങൾ കൂടുതലും ചെളിയിലുള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ. വട്ടുടി ഇപ്പം ഉണ്ടാറ് അവിടെ കിടന്നാലും ചാവും. ഓലയുടെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഓല പാമ്പ പാമ്പോ ഉണ്ടോ മലിഞ്ഞില് മലിഞ്ഞില് ദേ ഈ കാണുന്ന മലിഞ്ഞിലും ചെളിയൊക്കെ എടുക്കുന്ന ഒരു മീനുണ്ടാ. ഇതിനും വെള്ളമില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, കരയിലൊക്കെ സിമ്പിളായിട്ട് ശ്വസിക്കും. ഇതേ കണ്ട അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീനാണ്. അടിയിൽ ഇതേപോലെ വല്ല തൊണ്ണൻ്റെ അടിയിലൊക്കെ എടുക്കണ്ടാവും. അങ്ങനെ ദേ ഒരു കരിപ്പിടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും കരിപ്പിടിനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്ര ചെളിയിലൊക്കെ കരിപ്പിടിയും ബ്രാലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വട്ടുടിയെല്ലാം എടുത്ത് ബ്രാലിൻ്റെ കുഞ്ഞു നോക്കി പോയി ചെളിയിലുള്ളിൽ എത്ര പെട്ടെന്ന് ചെളിയിലുള്ളിൽ പോയത്. അപ്പൊ നമുക്ക് വെട്ടിടാം. എന്താ ചാട്ടം നോക്കി നമ്മളെ ദേ വട്ടുടിനെ ഇടയ്ക്കിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിനെ എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട്. ബ്രാലിന് വെട്ടിടാനായിട്ട് നല്ലതാണത്. വെട്ടിടാൻ കറക്റ്റ് പുല്ലുണ്ട് അടിയിലേക്ക്. ഇടയ്ക്ക് നല്ല ചെളി ഉണ്ടൊക്കെ അടിയിലേക്ക്. ഇതിൽ നല്ല തൂമ്പായിരുന്നു. നമ്മളിത് ഒരു സൈഡിൽ നിന്ന് ചെളി മാറ്റി വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇതുവരെ ആകെ 2 മീനെ കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ മീനും ചത്തുപോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കുറേ കൊക്ക കൊണ്ടുപോയിട്ടുണ്ടാവും. ഇത് 2ാമത്തെ കരിപ്പിടിയാണ് കേട്ടോ. നമ്മളെന്തായാലും ഇനി കരിപ്പിടിനെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, വേറൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ തോടിൻ്റെ പകുതി കൂടുതൽ ഭാഗം കോരി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടിരിക്കൂല. അടിപൊളി സാധനം ചീവിട കേട്ടാ. ചൂണ്ടയൊക്കെ ഒരുത്തിട്ട് കഴിഞ്ഞാൽ ബ്രാലിനെ കിട്ടാൻ ബെസ്റ്റാണ്. ഒരു കുഞ്ഞും കൂടെ വട്ടോൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ല. അവിടെ ഇത്തിരി വെള്ളം ഉണ്ടായി, തിരി നനവുണ്ടായി അവിടെ. ഈറ്റങ്ങൾക്ക് വെള്ളമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. മണ്ണിൻ്റെ അടിയിലായാലും ഇരുന്നോളൂ. വെട്ട് ചൂണ്ടിടാൻ വേണ്ടിയിട്ടുണ്ടാ ഞാൻ ഈറ്റങ്ങളൊക്കെ എടുക്കണത്. ബ്രാലിനെ പിടിക്കാൻ അടിപൊളിയാണ്. വെറുതെ വെള്ളം വന്നാൽ ഈറ്റങ്ങൾ എത്തുന്നത്.
നമുക്കാകെ ഈ തോട്ടിൽ നിന്ന് 3 മീനെ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വട്ടോൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഇവന്മാർ ഇന്ന് രാത്രി വെട്ടിട്ട് വെക്കാനുള്ളതാണ്. ചിലപ്പോൾ വല്ല നല്ല ബ്രാലടിച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. പേടിച്ച് പേടിച്ച് മുള്ളുണ്ടല്ലേ